ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റെക്കറൻസ് റിലേഷൻ ആണ് നോക്കിയത്. അപ്പോൾ നമുക്കിനി ഫിറ്റിംഗ് എന്താന്ന് നോക്കാം. ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് അതിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റിംഗ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി തിയറി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് ആദ്യം നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിന്റെ എൻ വെച്ചിട്ട് അല്ലെങ്കിൽ സം ഓഫ് ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് അതിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഫ്രീക്വൻസി രണ്ടും സെയിം തന്നെയാണ്, അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഫിറ്റിംഗ് ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ഇതിലിപ്പോ നമ്മൾ പഠിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം ഇനി ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ഫ്രം ദ ഗിവൻ ഒബ്സർവേഷൻ ആൻഡ് റൈറ്റിംഗ് ഡൗൺ ദ PDF ഈസ് നോൺ ആസ് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ എനി അതർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബേസിക്കലി സെയിം ആണ്, വേറൊരു ഡെഫിനിഷൻ കൊടുത്തതേ ഉള്ളൂ. Involves estimating the parameters of distribution, number of trials, probability of success from observed frequency. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് എന്നും പിയും അതുപോലെ തന്നെ ക്യൂവും ഈ ഇത്രയും പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് നടത്തുന്നത്. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ് ടു ഡിറ്റർമൈൻ ദ തിയററ്റിക്കൽ ഫ്രീക്വൻസി. അത് തന്നെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ദാറ്റ് വുഡ് ബി എക്സ്പെക്റ്റഡ്, കണ്ടോ, if the data truly followed a binomial distribution, and then to compare this with the observed frequency. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, ഒരു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക ഫ്രം ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അത്രേ ഉള്ളൂ നമ്മൾ സംഭവം, കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ഫിറ്റിംഗ് ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മീൻ കണ്ടുപിടിക്കുക. മീനിന്റെ ഫോർമുല എന്താണ്? സിഗ്മ FX ബൈ സിഗ്മ F. അതായത് നമുക്ക് ഒരു ഒബ്സർവേഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്രീക്വൻസിയുടെ സം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്, സാധാ നമ്മൾ ബേസിക് ഫോർമുല. അങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സക്സസ്. അപ്പൊ ഇത് നമ്മള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമുക്ക്, അതായത് ഇപ്പം നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? NP ആണ്. അപ്പൊ ഇതില് നമുക്കിപ്പോ മീൻ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു എന്ന് വെക്കാം. അപ്പൊ നമുക്ക് മീനും ഉണ്ട് എന്നും ഉണ്ട്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല അറേഞ്ച് ചെയ്താൽ പോരെ. അതായത് പീനെ ഇവിടെ നിർത്തിയിട്ട് N ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ മീൻ ബൈ N ആണ് എന്ത്? പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ പിയുടെ ഈ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീൻ ഡിവൈഡഡ് ബൈ N ചെയ്യാം. ഇനി ക്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈസി അല്ലേ, 1 - P ആണ് എന്ത്? ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് P(x) കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ P(x)ന്റെ ഫോർമുല എന്താ? NCX × P⁻x × Q⁻n−x. അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ എക്സിന്റെ ഓരോ വാല്യൂവിലും നമ്മൾ അത് അപ്ലൈ ചെയ്യണം. കണ്ടോ, x0 ആണെങ്കിൽ നമ്മൾ P0 ആകുമ്പോൾ ഉള്ള ഇത് കണ്ടുപിടിക്കണം, P(x) കണ്ടുപിടിക്കണം. x1 ആണെങ്കിൽ ഇവിടെ P(1) കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ എത്ര നമുക്ക് എക്സിന്റെ വാല്യൂസ് എത്ര ഉണ്ടോ അത്രയും നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഇവിടെ ഒരു P(x) കിട്ടൂലോ, ആ P(x) × N, ക്യാപിറ്റൽ N. ഇപ്പൊ ഈ കേസിൽ P0 ആണ്. അപ്പം ക്യാപിറ്റൽ N × P0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുടെയും ചെയ്യണം. അതായത് ഇപ്പൊ P1 × N, P2 × N, അങ്ങനെ എല്ലാത്തിന്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 0.5 മുകളിലേക്കാണെങ്കിൽ നമുക്കത് നെക്സ്റ്റ് വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റും റൗണ്ട് ചെയ്തിട്ട്.
അറിയാലോ, അങ്ങനെ ചെയ്യേണ്ടി വരും. നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് യു ഫ്ലിപ്പ് 4 coins 200 times ആൻഡ് റെക്കോർഡ് ദ നമ്പർ ഓഫ് ഹെഡ്സ്. നമ്മുടെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മുടെ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ഹെഡ് 0 times കിട്ടുന്നത് നമ്മൾ ടോട്ടൽ എത്ര തവണ ചെയ്തു? 200 times ചെയ്തു. അതിൽ 15 times നമുക്ക് നമ്പർ ഓഫ് ഹെഡ് 0 ആയിട്ട് വന്നു. ഒരു ഹെഡ് വന്നത് 35 times. അങ്ങനെയാണ് ഈ ഇത് ടേബിൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 4 coins ആണ് ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ല ഇവിടെ 4 വന്നത്. നമുക്ക് 4 coins ഫ്ലിപ്പ് ചെയ്യുമ്പം മാക്സിമം ഇപ്പം ഒരു ട്രയലില് തന്നെ എല്ലാത്തിലും വേണമെങ്കിൽ ഹെഡ് വരാം അല്ലെ? അപ്പൊ 4 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി വരെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂസ് 0 ആവാം, 1 ആവാം, 1 ഹെഡ് ആവാം, 2 ഹെഡ് ആവാം, 3 ഹെഡ് വരുന്നതാവാം, 4 ഹെഡ് വരുന്നതാവാം. അതിൽ കൂടുതൽ പോയില്ല. അപ്പൊ നമ്മുടെ n എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. സ്മോൾ ലെറ്റർ n. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നതാണ് നമ്മുടെ 4. അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ആയിരിക്കും ഈ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിൽ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ n എന്താണെന്ന് നോക്കാം. അതാണ് ഈ 200. അത് നമ്മൾ നേരത്തെയും പഠിച്ചിരിക്കുന്ന കേസിൽ ഈ സം ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സം ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 200. അപ്പൊ അതാണ് ക്യാപിറ്റൽ n. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ഓരോ സ്റ്റെപ്പും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ഫസ്റ്റ് n കിട്ടിയിരിക്കുന്ന കാര്യം പറഞ്ഞതാണ്. n എത്രയാണ്? 4 ആണ് നമ്മൾ പറഞ്ഞു. ഇനി മീൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മീനിന്റെ ഫോർമുല എന്താണ്? സിഗ്മ fi ഇൻറ്റു xi ഡിവൈഡഡ് ബൈ സിഗ്മ f. അതായത് ഇവിടെ ഇതാണ് നമ്മുടെ x, ഇതാണ് നമ്മുടെ f. ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയ കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഈ സൈഡിലായിട്ട്. x ഇൻറ്റു f എന്നുള്ള രീതിയിൽ. 0 ഇൻറ്റു 15 എത്ര വരും? 0. 1 ഇൻറ്റു 35 35. 2 ഇൻറ്റു 90 180. 3 into 40 120. പിന്നെ 4 into 20 80. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു x into f എന്നുള്ള കോളം വരും. നെക്സ്റ്റ് ആയിട്ടൊരു കോളം ക്രിയേറ്റ് ചെയ്താൽ മതി. ആ കോളത്തിന്റെ സമ്മ നമ്മൾ കണ്ടുപിടിക്കുക. സിഗ്മ xi into fi. ആ സം ഡിവൈഡഡ് ബൈ സിഗ്മ f. അതാണ് നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കണ്ടോ? 415 ആയിരിക്കും നമുക്ക് സം കിട്ടുക. ആ സം ഡിവൈഡഡ് ബൈ 200. ഈ 200 എന്ന് പറയുന്നത് എഫിന്റെ സിഗ്മയാണ്, സം ആണ്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ n ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2.075. ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പി എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിയുടെ ഫോർമുല നമ്മൾ പറഞ്ഞു മീൻ ഡിവൈഡഡ് ബൈ n ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ എത്രയാണ്? 2.075. അത് ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ n ആണ്. ആ കാര്യം വിട്ടുപോകരുത്. സ്മോൾ ലെറ്റർ n എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.5188. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. 1 മൈനസ് 0.5188 കിട്ടുമ്പോൾ നമുക്ക് വാല്യൂ 0.4812 കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഡെസിമൽ വാല്യൂസ് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വാല്യൂസ് എങ്കിലും എടുക്കാൻ ശ്രമിക്കണം. 2 വാല്യൂലൊന്നും നിർത്തരുത്. കാരണം പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ലൈക്ക് വാല്യൂ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു 4 വാല്യൂസ് ഒക്കെ എടുക്കണം, പിയിലും ക്യൂലും ഒക്കെ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സിന്റെ ഫോർമുല അറിയാലോ. എന്താ? എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അതാണ് നമ്മുടെ ഫോർമുല. അയ്യോ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ആദ്യം കൊടുത്തിരുന്നു, അതൊന്ന് നോക്കിയാൽ മതിയേ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയുണ്ട്? x0 x2 അല്ല x1 x2 x3 x4 ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പി ഓഫ് x0 x1 ആവുമ്പോൾ ഉള്ളത്, x2 ആവുമ്പോൾ ഉള്ളത്, 3 ആവുമ്പോൾ ഉള്ളത്, 4 ആവുമ്പോൾ ഉള്ളത്, ഇങ്ങനെ ഇത്രയും പി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഫോർമുലയില് എന്തൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. n 4 ആണ്, പിയുടെ വാല്യൂ കിട്ടി, ക്യൂയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്താന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഇങ്ങനെ NCX
ഇങ്ങനെ എഴുതുന്നതും ഇതും സെയിം തന്നെയാണ്. ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് n, താഴെ എഴുതിയിരിക്കുന്നതാണ് എക്സ്. അത് ഇങ്ങനെ എഴുതാം, സോറി, അതാ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 4 എന്ന് പറയുന്നത് n ആണ്, 0 എന്ന് കൊടുത്തിരിക്കുന്ന x ആണ്. ഇങ്ങനെ എഴുതുമ്പോൾ n c x അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് x 0 ആകുമ്പോൾ ഉള്ള p of x ആണ്. നമ്മുടെ ഫോർമുല അറിയാം, ncx ഇൻറ്റു p റേസ് ടു x ഇൻറ്റു q റേസ് ടു n മൈനസ് എക്സ്. ഓക്കെ, ncx, n എത്രയാ 4, c x എത്രയാ ഇവിടെ 0. ഇനി p റേസ് ടു x ആണ്, p എത്രയാ നമ്മുടെ ഇതില് 0.5188, p റേസ് ടു x, ഇവിടുത്തെ x 0. then into q റേസ് ടു q എത്രയാ 0.4812 റേസ് ടു n മൈനസ് എക്സ്, n എത്രയാ 4, x നമ്മുടെ ഈ കേസിൽ 0. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ ncx എന്ന് പറയുന്ന ഈ ടേം പുതുതായിട്ട് വരുന്നതാണെങ്കിൽ സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ 4c1 എന്നാന്ന് വെച്ചോ, ഈ ഫോർമുല ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാല് മുകളിൽ കിടക്കുന്ന വാല്യൂ താഴെ എത്ര തവണയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും തവണ ബാക്കിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ക്ലിയർ ആക്കി തരാം. ഇപ്പൊ 4c1 ഇറ്റ്സ് അങ്ങനെ തന്നെ, 4 താഴെ എത്രയാ ഒറ്റ തവണ, അപ്പൊ ഓക്കെ 4/1 is equal to 4. ഇനി 4c2 നോക്ക്, 4c2 2 ടൈംസ് ആണ്, അപ്പൊ ഈ 4 2 ടൈംസ് നമ്മൾ ബാക്കിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 into 3 ബൈ താഴെ 1 into 2 വരെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് 6 കിട്ടും. അങ്ങനെ ഇനിയിപ്പോ 4c3 ആണെങ്കിൽ എന്താണ്, 4 3 ടൈംസ് ബാക്കിലേക്ക്, അപ്പൊ എങ്ങനെ വരും, 4 into 3 into 2 ഡിവൈഡഡ് ബൈ 1 into 2 into 3. കണ്ടോ, ഈസി അല്ലേ? ഇങ്ങനെയാണ് ഈ ടേം നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിൽ ഈ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇപ്പൊ nc0 താഴെ 0 ആണ് വരുന്നതെങ്കിൽ ആ 1 വാല്യൂ 1 ആയിട്ട് വരും. അതങ്ങനെ തന്നെ പഠിച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ncx-ൽ ഇവിടെയും സെയിം നമ്പർ ആണെന്ന് വെച്ചോ, അതായത് ഇപ്പം n 4 ആണ്, x-ഉം 4 ആ വരുമ്പോ ഉള്ള കേസ്. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടോ x 4 ആണ്, n-ഉം 4 ആണ്, അപ്പൊ nc4c4 എന്ന് വരും. അങ്ങനെ സെയിം നമ്പർ ആ വരുന്നെങ്കിലും 1 ആണ് അതിന്റെ ആൻസർ വരുന്നത്. കണ്ടോ ഇവിടെ 4c4ന്റെ വാല്യൂ 1 വരും, കാരണം അത് നമ്മൾ ഇങ്ങനെ ചെയ്താലും 1 വരും. ഒന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ, അതായത് 4 into 3 into 2 into 1 divided by 1 into 2 into 3 into 4 എന്ന് വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഈ ടേം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ ഈ 5 p of x ഉം കണ്ടുപിടിക്കണം. ഇത് ബാക്കിയുള്ളത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നത്. കണ്ടോ? അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ p of x-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. p of x 0 ആകുമ്പോൾ ഉള്ള വാല്യൂ ആണിത്, p of x 1 ആകുമ്പോൾ ഉള്ളതാണിത്, അങ്ങനെ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇപ്പൊ നമുക്ക് p of x കിട്ടി. ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കിട്ടിയിരിക്കുന്ന ഓരോ p of x-നെയും ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ N എത്രയാണ് നമ്മുടെ ഈ കേസിൽ? 200 ആണ്. ഫ്രീക്വൻസിയുടെ സമ്മാണ് ക്യാപിറ്റൽ N, 200 ആണ്. അപ്പൊ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഈ p of x-ന്റെ വാല്യൂനെ ഇൻറ്റു n ചെയ്യണം, ഇൻറ്റു 200 ചെയ്യണം, ഇത്രയും വാല്യൂസിനെ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കണ്ടോ, മൾട്ടിപ്ലൈ ഈച്ച് പ്രോബബിലിറ്റി ബൈ n. ഇവിടെ n 200 ആണ്, അപ്പൊ നമ്മൾ കിട്ടിയിരുന്ന ഓരോ p of x-ന്റെ വാല്യൂടെ കൂടെ 200 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ സംഭവം. കണ്ടോ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് x 0 ആകുമ്പോൾ ഉള്ളതാണ് 10.72. അങ്ങനെയാണ് നമുക്ക് ഇത്രയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത്. ഇനിയുള്ള സ്റ്റെപ്പ് ആണ് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡെസിമൽ ആണ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. റൗണ്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇപ്പൊ 10.72 അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 11 എന്ന് എഴുതാൻ പറ്റും. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 5-ന് മുകളിലേക്കുള്ള നമ്പർ ആണല്ലോ, 7 ആണല്ലോ, അപ്പൊ നമുക്ക് 11 എന്ന് എഴുതാം. 46.24 അത് നമുക്ക് 46 എന്ന് തന്നെ എഴുതിയാൽ മതി റൗണ്ട് ചെയ്തിട്ട്. 74.76 അതിനെ നമുക്ക് 75 എന്ന് എഴുതാൻ പറ്റും. 53.72-നെ നമുക്ക് 54 എന്ന് എഴുതാം. 14.48-നെ നമുക്ക് 14 എന്ന് തന്നെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് 50 എന്ന് എഴുതാം, പക്ഷെ നമുക്ക് ഇപ്പൊ 14 എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഓക്കെ, അപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയുടെ റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗർ. കണ്ടോ, ഇത് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. നമ്മൾ റൗണ്ട് ചെയ്ത് 11, 46, 75, 54, 14 എന്ന് എഴുതി. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയുടെ സം എടുക്കാം. എത്ര വരും? 200 വരും. നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സം എത്രയാണ് നമുക്ക്? അതും 200 ആണ്. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. അതായത് ബേസിക്കലി നമ്മൾ ചെയ്തു വരുമ്പം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയുടെ സമ്മും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സമ്മും സെയിം ആവണം. അതാണ് നമ്മുടെ എയിം. ഇനി സപ്പോസ് ഇവിടെ 201 എന്ന് വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സമ്മിലേക്ക് എത്തിക്കണം, അതായത് 200 ആക്കണം. അങ്ങനെ ആവുമ്പം നമ്മൾ ഈ റൗണ്ട് ചെയ്തില്ലേ, റൗണ്ട് ചെയ്തപ്പോ ഒരെണ്ണം ഇപ്പം ഇവിടെ നമ്മൾ 10 പോയിന്റ് സംതിങ്ങിനെയാണ് നമ്മൾ 11 ആക്കിയത്. അതിനെ 11 ആക്കാതെ 10 എന്ന് തന്നെ നിർത്തിയാൽ മതി. അപ്പൊ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. 201 വന്ന കേസിൽ മനസ്സിലായില്ലേ? ഇനി സപ്പോസ് 199 ആ വന്നേന്ന് വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ 14നെ നമ്മള് റൗണ്ട് ചെയ്തില്ല, അങ്ങനെ തന്നെ വെക്കുക ചെയ്തേ. 14 പോയിന്റ് സംതിങ് ആയിരുന്നു, നമ്മൾ അതിനെ 14.24 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനെ 14 തന്നെ എഴുതി. പകരം നമ്മൾ എന്ത് ചെയ്യണം? ആ 14നെ നമ്മൾ 15 ആക്കി രണ്ടാമത് എഴുതിയാൽ മതി, വേറൊരു സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ നമ്മൾ സം ചെയ്യുമ്പോൾ 199 എന്നുള്ളത് 200 ആയിക്കോളും. അങ്ങനെ നമ്മൾ അത് നോക്കിയിട്ട് വേണം സംഹൗ നമ്മൾ ഈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസിനെയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സമ്മും സെയിം ആക്കുക. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ടേബിളൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. അതായത് x0 ആവുമ്പോൾ ഉള്ള എക്സ്പെക്ടഡ് ഫ്രീക്വൻസി 11 ആണ്. അങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേബിൾ. ഇത് തിയറട്ടിക്കൽ ഫ്രീക്വൻസി, എക്സ്പെക്ടഡ് ഫ്രീക്വൻസി രണ്ടും സെയിം ആണ്, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേബിളൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, താങ്ക് യു.